ഹേയ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ആക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ അരി അരച്ച പത്തിരിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി കഴിക്കാനായിട്ട്. സോ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ഇച്ചിരി കുഞ്ഞുള്ളി, ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി പെരുംജീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ. ഈ അരി അരച്ച പത്തിരിയും വറുത്തരച്ച കോഴിക്കറി ജോമോ വേറെ തന്നെ ഒരു ലെവലാണ്. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി വറുത്തെടുക്കുക കേട്ടോ. കുക്കിങ്ങിൽ വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും വറുത്തെടുക്കാൻ പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. സോ അതൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. വറുത്തരിച്ച ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം ഇനി വെച്ച് കൊടുക്കട്ടോ. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വറുത്തരിച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കട്ടോ. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിലാട്ടോ ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ സവാള ഇട്ടുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് മുരിച്ചെടുക്കട്ടോ. എനിക്ക് ആ ഒരു കളറൊന്നും വേണ്ട. ഞാനൊരു ഇടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടി മാത്രം, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ ഇത് ഇട്ട് കൊടുത്തത്, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തത്. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഇടണ്ട. സോ അതന്നെ. പിന്നെ നമ്മൾ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് തികച്ച ഓപ്ഷണലാണ് കേട്ടോ. സോ അതിൻ്റെ ശേഷം നമ്മൾ ഇനി പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. ഇതൊരു 4 പച്ചമുളക് ഉണ്ട്. 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തക്കാളി, 2 വലിയ തക്കാളി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. വറുത്തരച്ച് വെക്കുന്ന കോഴിക്കറിക്ക് ഒരു ഭയങ്കര തന്നെ ഒരു സ്മെല്ലാണല്ലേ. ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സ്മെല്ല് മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് നിൽക്കും. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ആ ഒരു നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി തന്നെ ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്മെല്ല്. അങ്ങനെ അതെ നമ്മുടെ തേങ്ങയുടെ അരപ്പൊഴിച്ച് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് നമ്മുടെ ചിക്കനും ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇവിടെ കിടന്ന് നന്നായി അങ്ങ് വേവട്ടെ. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അരി അരച്ച പത്തിരിക്കുള്ള തയ്യാറെടുപ്പ് നടത്താം. ഇത് ഞാൻ തലേന്ന് രാത്രി കുതിർക്കാൻ വെച്ച അരിയാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് റേഷൻ അരിയാണ്, നമ്മുടെ സാധാ ചോറൊക്കെ ഉണ്ടാക്കുന്ന റേഷൻ അരി. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലെ മിക്ക ദിവസങ്ങളിലും അരച്ച പത്തിരി ഉണ്ടാക്കാറ്. ഇങ്ങനെയാണ് നമ്മൾ തലേന്ന് ബാക്കി വന്ന ചോറും പിന്നെ അരിപ്പൊടിയും ചേർത്തിട്ട് അരച്ച പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി തന്നെ, ഒന്നുകൂടെ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിലാട്ടോ തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ അരി 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഇച്ചിരി മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കാനായിട്ട് വേണ്ടത്. ഓവർ ലൂസായി കഴിഞ്ഞാൽ ദോശമാവ് പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും അമ്മിക്കല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് തിക്നെസ്സിൽ ഇത് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ എവിടെ സമയമല്ലേ അമ്മിക്കല്ലൊക്കെ യൂസ് ചെയ്യാനായിട്ട്. സോ നമ്മൾ എന്തായാലും മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം ചേർത്താലേ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്. അമ്മി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് തിക്നെസ്സിൽ കിട്ടും. നമുക്ക് കൈ വെച്ച് തന്നെ ഉരുട്ടിങ്ങാണ്ട് പത്തിരിയുടെ ഷേപ്പിൽ ആക്കി പരത്തി കൊടുക്കാം. ഇത് നമ്മളൊരു തവി വെച്ചിട്ടാണ് കേട്ടോ പരത്തി കൊടുക്കാനായിട്ട് പോകുന്നത്. അടിച്ചെടുത്ത മാവിലേക്ക് ഉപ്പും ഇച്ചിരി ഓയിലും ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ. ഈ കൈ വെച്ചിട്ട് വേണം നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യാനായിട്ട്, എന്നാലേ എല്ലാ ഭാഗത്തേക്കും ഉപ്പും ഓയിലും ഒക്കെ എത്തത്തുള്ളൂ. അരി അരച്ച പത്തിരിയുടെ മാവ് സെറ്റായപ്പോഴേക്കതേ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ അടിപൊളിയായിട്ട് കോഴിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇത് തുറക്കുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ. ജൊമോ, എനിക്ക് സത്യം പറഞ്ഞാൽ വറുത്തരച്ച ചിക്കൻ കറിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. തുറന്നപ്പോൾ ഭയങ്കര സ്മെല്ല്. ഇപ്പം തന്നെ തിന്നാനും കഴിക്കാനൊക്കെ ആയിട്ട് തോന്നുക. സോ എന്തായാലും നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇച്ചിരി മല്ലിയില കൂടി വിതറിക്കഴിഞ്ഞാൽ സംഭവം സെറ്റ്. പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ദോശക്കല്ലിലാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒരു തവി വെച്ച് ഓരോ തവി മാവ് എടുത്ത് കല്ലിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് വേണം കേട്ടോ ഇതൊന്നിങ്ങനെ
പത്തിരി രൂപത്തേക്ക് ഷേപ്പാക്കി പരത്താനായിട്ട് നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഇത് പരത്താനായിട്ട്. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈ ഒന്ന് നനച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പരത്തിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ കൈ ഒന്ന് നനച്ച് കഴിഞ്ഞാൽ. സോ ഇത് ഞാൻ ഒരു പത്തിരി ഇതുപോലെ ഷേപ്പാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കല്ലിൽ 3 പത്തിരിയോളം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പത്തിരി ഉണ്ടാക്കിയെടുക്കാറ്. ഇതിലും വലുപ്പത്തിൽ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പത്തിരി ചുട്ടെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞ് അങ്ങോട്ട് പോവും. സോ നമ്മൾ വിചാരിക്കും വെന്തെന്ന്, ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ഇച്ചിരി കട്ടിയുള്ള പത്തിരി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതിൻ്റെ ഉള്ളിലേക്കും നല്ല വേവൊക്കെ എത്തത്തുള്ളൂ. ഇത് കട്ടിയുള്ള പത്തിരിയില്ലേ, സോ ഒരു ഇച്ചിരി ടൈം എടുക്കും ഇതൊന്ന് വേവാനായിട്ട്. സോ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. കൈ വെച്ച് ഓരോ പത്തിരി ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എല്ലാ പത്തിരിൻ്റെ മേലെ. എന്നിട്ട് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തിട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടും ഒക്കെ ഒന്ന് സെറ്റാക്കി പത്തിരി ചുട്ടെടുക്കുക. എന്തായാലും ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരില്ലാത്തത് കൊണ്ട് തൽക്കാലം ഇന്നൊരു 6-7 പത്തിരിയോളം മതി. ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് 6-7 പത്തിരിയോളം മതി കേട്ടോ. സോ ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വറുത്തരിച്ച ചിക്കൻ കറി ഈ പത്തിരിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നെയ്സ് പത്തിരിയുടെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് മാച്ചാണ്. എന്തായാലും ട്രൈ ആക്കണം. ഈ ഒരു കോംബോ എന്തായാലും എല്ലാവരും ട്രൈ ആക്കണം കേട്ടോ. ഈ ഒരു പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ടും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. സോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് എന്തായാലും ഇടണം. സോ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.